ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭഗവത്ഗീത കുറേശ്ശെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യനും, അത് ഏത് വിശ്വാസിയായിക്കോട്ടെ, പക്ഷേ ഓരോ മനുഷ്യനും ഭഗവത്ഗീത നിർബന്ധമായും പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം. കാരണം ഇതൊരു മതവിശ്വാസത്തിൻ്റെ കാര്യമല്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന യഥാർത്ഥ സത്യത്തെ നമുക്ക് തിരിച്ചറിയുന്നതിനുള്ള ഒരു മാർഗമാണ് ഭഗവത്ഗീത പഠിക്കുക എന്നുള്ളത്. എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടുന്നത്, എങ്ങനെയാകരുത് ഒരു മനുഷ്യൻ, ഇതൊക്കെ ഭഗവാൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ വിഷയങ്ങളെയും നമ്മൾ എങ്ങനെ കാണണമെന്ന് ഭഗവാൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അബദ്ധധാരണകളിലൂടെ പഠിക്കരുത് എന്നർത്ഥം. കാരണം ഒന്നും അറിയാത്തതാണ് നല്ലത്. അല്പജ്ഞാനം ആപത്താണ്. അക്കാര്യം മനസ്സിലാക്കുക. അവിടെ ഇവിടെ ഇരുന്ന് ചില തെറ്റിദ്ധാരണകൾ ആളുകൾ പരത്തുന്നത് കേട്ട് പഠിക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഭഗവാൻ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തപ്പോൾ ഉള്ള ആ ഒരു സാഹചര്യമല്ല, അത് ദ്വാപരയുഗത്തിൽ പറഞ്ഞതാണ്. ആ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഭഗവാൻ അന്ന് പല ഉദാഹരണങ്ങളും പറഞ്ഞത്. പക്ഷേ ഇത് കലിയുഗമാണ്. ഈ കലിയുഗത്തിലെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അന്ന് എന്താണോ ഉദ്ദേശിച്ചത് അത് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഭഗവാന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. അതല്ലാതെ ഓരോ വാക്കുകളെയും വാചകങ്ങളെയും പിടിച്ചുകൊണ്ട് ഭഗവത്ഗീതയെ വിമർശിക്കുന്നവരുടെ കൂട്ടത്തിലാകരുത് നമ്മുടെ ചെവിയും നാവും ഒന്നും തന്നെ. ശരിയായി പഠിക്കുക, അർത്ഥം മനസ്സിലാക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് വന്ന് എന്തെങ്കിലും ഒരു സംശയം ചോദിക്കുമ്പോൾ അങ്ങനെയല്ല മകനെ, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. അതല്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിവിടും. ആ സമയത്താണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്ന് തെറ്റായ അറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും തെറ്റായ മാർഗത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നത്. കാരണം ശരി പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയില്ല. അവർ വന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയാത്തതാണ് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് കുറച്ചെങ്കിലുമൊക്കെ ഒരു അറിവ് ഇതുപോലുള്ള കാര്യങ്ങളിൽ നേടിയെടുക്കേണ്ടുന്നത് ഓരോ മനുഷ്യൻ്റെയും അവൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും അത് ആവശ്യമാണെന്ന് കരുതി ആ അറിവ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായമാണ് സാഖ്യയോഗ. അതിലെ 22 ശ്ലോകങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 23ാമത്തെ ശ്ലോകമാണ്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. നൈനം ചിന്തന്തി ശാസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. അർത്ഥം നമുക്ക് നോക്കാം. നൈനം എന്ന വാക്ക് ന ഏനം എന്നീ 2 പദങ്ങൾ ചേർന്നാണ്. ഇതിലെ ന എന്ന പദം ഉദ്ദേശിക്കുന്നത് ഇല്ല എന്നും ഏനം എന്ന പദം ഉദ്ദേശിക്കുന്നത് അത് എന്നാണ് അർത്ഥം. ഈ 2 പദങ്ങൾ കൂടിച്ചേർന്ന ഒരു പദമാണ് നൈനം. ചിന്തന്തി അർത്ഥം പിളരുക എന്നാണ്. ശാസ്ത്രാണി ആയുധങ്ങൾ. നൈനം അത് വീണ്ടും ന ഏനം എന്നീ 2 വാക്കുകൾ ചേർന്ന് ഇല്ല അത് എന്ന അർത്ഥം ഉണ്ടാക്കുന്നു. ദഹതി അർത്ഥം ദഹിപ്പിക്കുക. പാവകാഹ അർത്ഥം അഗ്നി. ന ഇല്ല. ചൈനം ആ വാക്ക് ച എന്ന വാക്കും ഏനം
എന്ന വാക്കും കൂടിച്ചേർന്നതാണ്. അതിൽ ച എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ എന്നും ഏനം എന്ന പദത്തിൻ്റെ അർത്ഥം അത് എന്നുമാണ്. ക്ലേദയന്തി അർത്ഥം നനയ്ക്കുക. ആപഹ വെള്ളം, നഹ ഇല്ല, ശോഷയതി ഉണക്കുക, മാരുതാഹ കാറ്റ്. ശ്ലോകാർത്ഥം: ഇവനെ ആയുധങ്ങൾ ഛേദിക്കുന്നില്ല, അഗ്നി ഇവനെ ദഹിപ്പിക്കുന്നില്ല, വെള്ളം ഇവനെ നനയ്ക്കുന്നില്ല, കാറ്റ് ഉണക്കുന്നുമില്ല. ഇവിടെ ആരെ പറ്റിയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങൾ പഠിച്ച എല്ലാവർക്കും തന്നെ അറിയാം. ആത്മാവിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ആത്മാവ് ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മനുഷ്യൻ പുതുവസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് പോലെ ജീർണ ശരീരങ്ങൾ ഉപേക്ഷിച്ച് പുതുശരീരങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് 22-ാമത്തെ ശ്ലോകത്തിൽ. 23-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആത്മാവിനെ ആയുധങ്ങൾ ഛേദിക്കുന്നില്ല, ആയുധങ്ങൾ കൊണ്ട് നശിപ്പിക്കുവാൻ സാധിക്കുന്നതല്ല എന്തെന്ന് പറയുന്നത് ആത്മാവ്. അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ സാധിക്കുന്നതല്ല ആത്മാവിനെ. വെള്ളം കൊണ്ട് നനയ്ക്കാനും ആത്മാവിനെ സാധിക്കുകയില്ല, കാറ്റുകൊണ്ട് ഉണക്കാനും സാധിക്കുകയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളെയും എന്തു ചെയ്യാൻ പറ്റും? ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യൻ്റെ ശരീരത്തെ ആയുധങ്ങൾ കൊണ്ട് മുറിക്കാൻ പറ്റും. ഒരു ഉപകരണത്തിനെ ആയുധങ്ങൾ കൊണ്ട് മുറിക്കാൻ പറ്റും. അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ പറ്റും ശരീരത്തിനെ. ഉപകരണങ്ങളെ അഗ്നി കൊണ്ട് നശിപ്പിക്കാൻ പറ്റും, അല്ലേ? വെള്ളം കൊണ്ട് നനയ്ക്കാൻ പറ്റും, കാറ്റുകൊണ്ട് ഉണക്കാനും പറ്റും. പക്ഷേ ആത്മാവിനെ ഇതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതായത്, അല്ലയോ പാർത്ഥ, നീ എന്തിനാണ് അബദ്ധ ചിന്തകൾ വെച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്കൊരിക്കലും നിൻ്റെ സഹോദരന്മാരിലും നിൻ്റെ ബന്ധുക്കളിലും നിൻ്റെ ആചാര്യനിലും പിതാമഹനിലും അടങ്ങിയിരിക്കുന്ന ആത്മാവിനെ നിൻ്റെ കയ്യിലുള്ള ഒരായുധം കൊണ്ടും നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ശരീരത്തിനു മാത്രമേ നാശം സംഭവിക്കുന്നുള്ളൂ. ആത്മാവ് എന്നും അതുപോലെ തന്നെ ഇരിക്കും. ഇവിടെ ഞാൻ എന്ന് നമ്മൾ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ആത്മാവിനെ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം ഒരു 5 വയസ്സായിരിക്കുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഞാൻ എന്ന് പറഞ്ഞു, ഇല്ലേ? ഞാൻ പോയിട്ട് വരട്ടെ, ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. 50 വയസ്സായപ്പോഴും നമ്മൾ എന്ത് തന്നെയാണ് പറയുന്നത്? ഞാൻ പോയിട്ട് വരട്ടെ. ഈ ഞാനിന് എന്തെങ്കിലും വ്യത്യാസം വന്നോ? ഇല്ല. ശരീരത്തിന് മാത്രമാണ് എന്ത് സംഭവിച്ചത്? മാറ്റം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഞാൻ എന്ന് പറയുന്ന ആ ആത്മാവിനെ നശിപ്പിക്കുന്നതിനായിട്ട് നിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു തരത്തിലുള്ള ആയുധങ്ങൾക്കും ശേഷിയില്ല. അതുകൊണ്ട് നീ എന്തിനു വിഷമിക്കുന്നു എന്നാണ് പാർത്ഥനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചോദിക്കുന്നത്. ഇനി നമുക്ക് 24-ാമത്തെ ശ്ലോകം നോക്കാം. അഛേദ്യോ അയമദാഹ്യോ അയമക്ലേദ്യോ അശോഷ്യ ഏവച നിത്യഃ സർവഗതഃ സ്ഥാണുരചലോ അയം സനാതനഃ. അർത്ഥം നമുക്ക് നോക്കാം. അഛേദ്യോ പിളർക്കാൻ പറ്റാത്തത്, അയം അതിനെ, അദാഹ്യോ ദഹിപ്പിക്കുവാൻ പറ്റാത്തത്, അയം അതിനെ, മക്ലേദ്യോ നനയ്ക്കാൻ പറ്റാത്തത്, അശോഷ്യ ഉണക്കാൻ പറ്റാത്തത്, ഏവ അതുകൂടാതെ, ച കൂടെ, നിത്യഃ നിത്യമായത്, സർവഗതഃ എല്ലായിടത്തുമുള്ളത്, സ്ഥാണു സ്ഥിരമായത്, അചലോ ചലിക്കാത്തത്, അയം അതിനെ, സനാതനഃ അർത്ഥം പുരാതനം. ശ്ലോകാർത്ഥം നമുക്ക് നോക്കാം. ഇവൻ പിളർക്കാനും ദഹിപ്പിക്കാനും നനയ്ക്കാനും ഉണക്കാനും പറ്റാത്തവനുമാകുന്നു. ഇവൻ നിത്യമായതും സർവഗതനും സ്ഥിര സ്വഭാവവും അചഞ്ചലനും സനാതനനും ആകുന്നു. ആത്മാവിനെ പറ്റി വീണ്ടും ഭഗവാൻ പറയുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത്?
എൻ്റെ ജനങ്ങൾ, സ്വജനങ്ങൾ, ഈ സ്വജനങ്ങളെ എങ്ങനെ ഞാൻ വധിക്കും? എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. ഇവരെ വധിച്ചിട്ട് കിട്ടുന്ന രാജ്യം കൊണ്ട് എന്തു പ്രയോജനം എന്ന് പറഞ്ഞ് തീർത്തട്ടിൽ തളർന്നിരിക്കുന്ന അർജുനനോടാണ് ഭഗവാൻ ഈ വിധം പറയുന്നത്. കാരണം നീ ക്ഷത്രിയനാണ്, നിന്റെ ധർമ്മം നീ അനുഷ്ഠിക്കുക. നിനക്കൊരിക്കലും തന്നെ ഭീഷ്മരെയോ ദ്രോണരെയോ നിന്റെ സഹോദരങ്ങളെയോ ഒന്നും തന്നെ അവരിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവിനെ നശിപ്പിക്കുവാൻ നിനക്കോ നിന്റെ ആയുധങ്ങൾക്കോ കഴിവില്ല. നീ വിചാരിച്ചാൽ അത് നശിക്കപ്പെടുത്തതുമില്ല. ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുക തന്നെ ചെയ്യും. നീ കാരണക്കാരനായാലും ഇല്ലെങ്കിലും ശരീരം നശിക്കും. അതിലടങ്ങിയിരിക്കുന്ന ആത്മാവ് ഈ ശരീരത്തെ വിട്ടുപിരിഞ്ഞ് മറ്റൊരു ശരീരത്തിലേക്ക് തീർച്ചയായിട്ടും ആ ആത്മാവിൻ്റെ ജോലി, ആ ശരീരത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടുന്നതായ ജോലി മുഴുവൻ പൂർത്തിയാക്കിയതിനു ശേഷം തീർച്ചയായിട്ടും ആ ആത്മാവ് ആ ശരീരം ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. നീ യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഗുരുജനങ്ങളുടെയും ബന്ധുക്കളുടെയും ശരീരത്തിന് നാശം സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ പക്ഷേ നീ നിന്റെ കർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ അത് വലിയ ദോഷമായിരിക്കും നിനക്കുണ്ടാക്കാൻ പോകുന്നത്. നിനക്ക് മാത്രമല്ല, ഈ ഭൂമിക്ക് മുഴുവനും അത് ദോഷമുണ്ടാക്കും. അതുകൊണ്ട് നീ നിന്റെ ജോലി ചെയ്യുക എന്നാണ് ഇവിടെ വീണ്ടും ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ആത്മാവിനെ ഒരിക്കലും നമുക്ക് നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നീ ദുഃഖിക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് എന്താണ്? നിത്യനാണ്. അതായത് കാലം കൊണ്ട് അവസാനിക്കുന്നവനല്ല എന്നർത്ഥം. സർവഗതനാണ്, അതായത് ദേശം കൊണ്ട് അവസാനിക്കുന്നവനല്ല എന്നർത്ഥം. ഒരിക്കലും ആ ആത്മാവ് ഇന്ന ദേശത്ത് മാത്രമേ വസിക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കാലത്തെ വസിക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാലദേശ നിമിത്തങ്ങൾക്കപ്പുറമാണ് ആത്മാവിൻ്റെ സ്ഥിതി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചിന്തകളിലൂടെ മുമ്പോട്ട് പോകരുത്. ജഡശരീരങ്ങൾ എന്നുപോലും കരുതിക്കൂടാ. മണ്ണ് പലതായി വിഭജിച്ചിട്ടുള്ളതാണ്. പാത്രങ്ങൾ രൂപം കൊള്ളുന്നത് എന്തിൽ നിന്നാണ്? മണ്ണിൽ നിന്നാണ്. ആ മണ്ണിൽ നിന്നാണ് എന്ത് രൂപം കൊള്ളുന്നത്? മനുഷ്യൻ്റെ ശരീരവും രൂപം കൊള്ളുന്നത്. ആ മണ്ണിലേക്കാണ് എന്തു ചെയ്യുന്നത്? മനുഷ്യൻ്റെ ശരീരം അവസാന കാലത്ത് അലിഞ്ഞിറങ്ങുന്നത്. ആ മണ്ണുകൊണ്ടാണ് നമ്മൾ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്, വീടുണ്ടാക്കുന്നത് അല്ലേ? അപ്പം ഇതെല്ലാം എന്തിൻ്റെ ഒരു പരിണാമങ്ങൾ തന്നെയാണ്, കാലചക്രത്തിൻ്റെ പരിണാമങ്ങളാണ് എന്ന് വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഭഗവാൻ വീണ്ടും വീണ്ടും നിന്റെ ജോലി നീ ചെയ്യുക എന്ന് പറയുന്നത്. ഒരു ക്ഷത്രിയൻ്റെ ജോലിയാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത്, ഭൂമിയുടെ ഭാരം അവസാനിപ്പിക്കുക എന്നുള്ളത്. ഒരു വിദ്യാർത്ഥിയുടെ ജോലി എന്താണ്? അവൻ നന്നായി പഠിക്കുക, സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുക്കുക. ഒരു അധ്യാപകൻ്റെ കടമ എന്താണ്? ഒരു രക്ഷകർത്താവിൻ്റെ കടമ എന്താണ്? ഒരു ഭരണാധികാരിയുടെ കടമ എന്താണ്? ഈ കലിയുഗത്തിൽ ആരും തന്നെ തങ്ങളുടെ കടമകൾ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. ഭരണാധികാരികൾ അവർ ജനങ്ങളെ മറന്നുകൊണ്ട് ജീവിക്കുന്നു. രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കാതെ പണത്തിനു പുറകെ ഓടുന്നു. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ പലതും ചെയ്തു കൂട്ടുന്നു. അധ്യാപകർ അവരുടെ ജോലി ചെയ്യുന്നില്ല. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നേർവഴി കാണിച്ചു കൊടുക്കുവാൻ പല അധ്യാപകരും മുതിരുന്നില്ല. ഒരു മേഖലയിൽപ്പെട്ട ആളുകളും ഈ കലിയുഗത്തിൽ അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നില്ല എന്ന് വേണം നമുക്ക് കരുതേണ്ടുന്നത്. ഒരു പട്ടാളക്കാരൻ തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് ശത്രു രാജ്യത്തിനു വേണ്ടി തൻ്റെ അച്ഛനായാലും അമ്മയായാലും സഹോദരനായാലും സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും എതിർ രാജ്യത്തിനു വേണ്ടിയിട്ടാണ് അവർ വന്നു നിൽക്കുന്നതെങ്കിൽ അവിടെ ബന്ധവും സ്വന്തവുമില്ലാതെ
അവൻ്റെ കടമ നിർവഹിക്കണമെന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അതുപോലെ ഒരു പട്ടാളക്കാരൻ്റെ രൂപത്തിലാണ് ആര് നിൽക്കുന്നത്? പാർത്ഥൻ നിൽക്കുന്നത്. കാരണം രാജ്യത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ശത്രുപക്ഷത്തുള്ള ആളുകളാണ്, അവരാരുമായിക്കോട്ടെ. ഇപ്പം നമ്മുടെ ഭാരതത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയി നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ മുമ്പിൽ ശത്രുപക്ഷത്തിന് വേണ്ടി വന്നു നിൽക്കുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെങ്കിൽ അത് തൻ്റെ പ്രിയപ്പെട്ടവനാണല്ലോ എന്നു കരുതി പിൻവാങ്ങുന്നത് ഒരു യഥാർത്ഥ പട്ടാളക്കാരൻ്റെ ചുമതലയല്ല. അവൻ്റെ കടമ അവിടെ നിർവഹിക്കുക തന്നെ ചെയ്യണം. ഇതാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പലരും പറയും ഭഗവത്ഗീത പഠിച്ചാൽ നാളെ മുതൽ വാളും എടുത്തുകൊണ്ട് പോയി അച്ഛനെയും അമ്മയും വെട്ടിക്കൊല്ലാനാണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് അതൊരു യാതൊരു കാരണവശാലും പഠിക്കരുത്. വാളെടുത്തുകൊണ്ടിറങ്ങും, അച്ഛനെ കൊന്നാലും അമ്മയെ കൊന്നാലും ബന്ധുക്കളെ കൊന്നാലും ഒരു കുഴപ്പവുമില്ല എന്ന് ആണ് ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് ധാരാളം ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മളതാദ്യം പഠിക്കണം. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് സമയം ഭഗവത്ഗീത പഠിക്കാനായി മാറ്റിവെക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും അത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറകളാണ് നന്നായി ജീവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കുക. നാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.